ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഷവോമി പുതിയതായിട്ട് ഇറക്കിയ ഷവോമി പാഡ് 5നെ കുറിച്ചാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഷവോമി അവരുടെ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഷവോമി ഇന്ത്യയിൽ ഷവോമി പാഡ് 5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം തന്നെ പ്രൈസിങ്ങിന്റെ ഭാഗത്തോട്ട് പോകാം. ഇതിന്റെ പ്രൈസിങ്ങിന്റെ ഭാഗത്തോട്ട് വരുമ്പം ഇതിന്റെ ലോഞ്ച് പ്രൈസ് ഷവോമി പറഞ്ഞത് 6GB 120GB 25,000 രൂപയും 6GB 256GB സ്റ്റോറേജ് ഉള്ള വേരിയന്റിന് 27,000 രൂപയുമാണ്. അത് മാത്രമല്ല ഇതിന് HDFC ബാങ്ക് കാർഡിലുള്ളവർക്ക് ഒരു 2,000 രൂപയുടെ ഓഫറും ഉണ്ടായിരുന്നു. ഇനി പുതിയ പ്രൈസ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 6GB 120GB പുതിയ പ്രൈസ് 27,000 രൂപയും 6GB 256GB പുതിയ പ്രൈസ് വന്നിരിക്കുന്നത് 29,000 രൂപയുമാണ്. അപ്പം ഇതാണ് പുതിയൊരു പ്രൈസ്. ഈ ഒരു പ്രൈസിങ്ങിലും നമുക്കിപ്പോൾ HDFC ബാങ്ക് കാർഡിന്റെ ഒരു 2,000 രൂപയുടെ ഓഫർ കിടപ്പുണ്ട്. നമ്മൾക്കിനി ഇതിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഡിസ്പ്ലേയിലോട്ട് വരുമ്പം ഇതിന്റെ സൈസ് 11 ഇഞ്ചാണ്. അത് മാത്രമല്ല IPS LCD പാനലാണ്, അല്ലെങ്കിൽ IPS LCD സ്ക്രീൻ ആണ് ഇതിന് വരുന്നത്. ഇനി 2.5K റെസൊല്യൂഷനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഷവോമി പാഡ് 5 നൽകിയിട്ടുണ്ട്. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഷവോമി പാഡ് 5ന്റെ പ്രോസസറിന്റെ ഭാഗത്തോട്ട് വരാം. പ്രോസസറിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ഷവോമി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 860 ആണ്. ഈ ഒരു സെയിം പ്രോസസ്സറാണ് പോക്കോ X3 പ്രോയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പോക്കോ X3 പ്രോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 20,000 രൂപയുടെ അടുത്താണ്. ഈ ഒരു ക്വാൾകം സ്നാപ്ഡ്രാഗൺ 860 പ്രോസസർ 7 നാനോമീറ്റർ പ്രോസസറാണ്. അപ്പം ഈ ഒരു പ്രോസസർ ഗെയിമിങ്ങിനൊക്കെ വളരെ നല്ലൊരു പ്രോസസർ തന്നെയാണ്. നമുക്ക് നല്ലതായിട്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ ഈ ഒരു പ്രോസസർ ഉപയോഗിച്ച് സാധിക്കും. ഇതിന്റെ AnTuTu സ്കോർ വരുന്നത് ഏകദേശം 5 ലക്ഷത്തിന്റെ അടുത്താണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പ്രോസസറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തോട്ട് വരാം. ക്യാമറയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും റെയർ ക്യാമറ 13 MB ഫ്രണ്ട് ക്യാമറ 8 MB ആണ് ഉള്ളത്. ഇനി റെയർ ക്യാമറയിൽ, അതായത് 13 MB ഉള്ള ക്യാമറ ഉപയോഗിച്ച് നമ്മൾക്ക് 4K 30 FPS വരെയും, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമ്മൾക്ക് 180p 30 FPS വരെയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു റെയർ ക്യാമറ നമ്മൾക്ക് ഡോക്യുമെന്റ്സോ നോട്ട്സോ ഒക്കെ സ്കാൻ ചെയ്യാനും എല്ലാം നല്ലത് തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ നമ്മൾക്ക് മീറ്റിങ്ങോ, അതായത് ഓൺലൈൻ മീറ്റിംഗ് ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ്, സൂമോ ഒക്കെ കൂടുമ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ക്യാമറയിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ക്യാമറയുടെ ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഓഡിയോയുടെ ഭാഗത്തോട്ട് വരാം. ഓഡിയോയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ഷവോമി പാഡ് 5ന് നൽകിയിരിക്കുന്നത് ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. അതായത് 4 സ്പീക്കേഴ്സ് ആണ് ഷവോമി പാഡ് 5നകത്ത് ഉള്ളത്. ക്വാഡ് സ്പീക്കേഴ്സ് എന്ന് വെച്ചാൽ 4 സ്പീക്കേഴ്സ് ആണ്, 2 സൈഡിലും 2 സ്പീക്കർ വെച്ച്. അത് മാത്രമല്ല ഡോൾബി അറ്റ്മോസും സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇത് ഉപയോഗിച്ച് കുറെ പാട്ടും കാര്യങ്ങളും എല്ലാം കേട്ടു നോക്കി. നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ് ഇതിന് പുറത്തു വരുന്നത്. ഇനി ഇതിന് മൈക്കിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേനും ഡ്യുവൽ മൈക്രോഫോൺ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് 2 മൈക്രോഫോൺ ആണ് ഇതിനകത്ത് ഉള്ളത്. ഇനി നമ്മൾക്ക് ഷവോമി പാഡ് 5ന്റെ ബാറ്ററിയുടെ ഭാഗത്തോട്ട് വരാം. ബാറ്ററിയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി 8720 mAh ആണ്. ഇതിന്റെ ബോക്സിനകത്ത് നമ്മൾക്ക് 22.5 വാട്ടിന്റെ ഒരു ചാർജിങ് ബ്രിക്കും അതേപോലെ തന്നെ Type-C കേബിളും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞ പോലത്തെ ഈ ഒരു പാഡ് എന്ന് പറയുന്നത് ഒരു 11 ഇഞ്ച് പാഡാണ്. അതായത് ഇതിന്റെ സൈസ് 11 ഇഞ്ചാണ്. അതേപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. അതേപോലെ തന്നെ ക്വാഡ് സ്പീക്കേഴ്സും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് തന്നെ ആ ഒരു ചാർജ് എടുക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബാറ്ററിയുടെ ഭാഗത്ത് പറയാനുള്ളത്. നമ്മൾക്കിനി ഷവോമി പാഡ് 5ന്റെ OS പറ്റി സംസാരിക്കാം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് MIUI 4 പാഡാണ് വിത്ത് ആൻഡ്രോയിഡ് 11. ആൻഡ്രോയിഡ് 12 അല്ല വന്നിരിക്കുന്നത്, ആൻഡ്രോയിഡ് 11 വന്നിരിക്കുന്നത്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ തുറന്നപ്പം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഐപാഡ് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ്. അതായത് താഴെ ഒരു ബോക്സിനകത്ത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആപ്സും, മുകളിൽ നിന്ന് നമ്മളുടെ ക്വിക്ക് റൂൾസ് ഉണ്ടല്ലോ, അതായത് സ്ക്രീൻഷോട്ട് എടുക്കാനും അതൊക്കെ ആ ഒരു റൈറ്റ് കോർണറിൽ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഐപാഡിനെ ചെറുതായിട്ടൊന്ന് ഐപാഡിൽ നിന്നും ഇൻസ്പയർ ആയതുപോലെ എനിക്ക് തോന്നി. ചിലപ്പം ഇൻസ്പയർ ആയതായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കാം. നമ്മൾക്ക് ഷവോമി പാഡിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഒക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ബ്ലോട്ട് വെയറിന്റെ ഭാഗത്തോട്ട് വരാം. ബ്ലോട്ട് വെയർ എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്സിനെയാണ് നമ്മൾ ബ്ലോട്ട് വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്ലോട്ട് വെയറിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് കുറെ ഗൂഗിളിന്റെ ആപ്സും ഷവോമിയുടെ ആപ്സും മാത്രമായിരുന്നു, അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും ആയിരുന്നു അതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്ന ആപ്സ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞ പോലത്തെ ഈ ഒരു ഷവോമിയുടെ ആപ്സിനകത്ത് പല ആപ്സും അൺവാണ്ടഡ് ആയിട്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിച്ചില്ല. ഈ ആപ്സ് എല്ലാം നമ്മുടെ സ്റ്റോറേജ് എടുക്കുന്നതുമാണ്. അപ്പം അതുപോലത്തെ കുറച്ച് അൺവാണ്ടഡ് ആപ്സ് കാണാൻ ഇടയായി. ഷവോമിയുടെ സ്മാർട്ട് പെന്നും അതേപോലെ തന്നെ ഷവോമി പാഡ് 5 ആയിട്ടുള്ള കവറും അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും. ഇനി നമ്മൾക്ക് ഷവോമി പാഡ് 5ന്റെ ഡിസഡ്വാൻറ്റേജസിന്റെ ഭാഗത്തിലോട്ട് വരാം. ഡിസഡ്വാൻറ്റേജസിന്റെ ഭാഗത്തിലോട്ട് വരുമ്പോഴത്തേനും ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു LTE വെർഷൻ തന്നിട്ടില്ല എന്താണ്. നമ്മൾ ഏറ്റവും ആദ്യമേ ഒരു കാര്യം ഓർക്കണം, ഇത് അണ്ടർ 30K ടാബ്ലറ്റ് ആണ്. അതായത് ഇതിന്റെ പ്രൈസ് വരുന്നത് 30,000 രൂപയുടെ താഴെയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് സിം ഇടാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. ഈവൻ റിയൽമിയുടെ ടാബ്ലറ്റിനകത്ത് വരെ, അതായത് 20,000 രൂപയുടെ താഴെയുള്ള ടാബ്ലറ്റിൽ വരെ നമ്മൾക്ക് സിം ഇടാനുള്ള സൗകര്യം വരുന്നുണ്ട്. പക്ഷെ ഷവോമി ആ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് SD കാർഡ് ഇടാനുള്ള ഓപ്ഷനും നൽകിയിട്ടില്ല. അതായത് നമ്മൾക്ക് ഇതിനകത്ത് 128 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജും വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ഇനി എന്തെങ്കിലും ചാൻസിൽ ഒന്ന് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SD കാർഡ് ഇട്ടാൽ മതി. അപ്പം അതിനുള്ള ഒരു പ്രൊവിഷൻ പോലും ഷവോമി നൽകുന്നില്ല. ഇനി മൂന്നാമത്തെ റീസൺ അല്ലെങ്കിൽ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടില്ല. അതായത് നമുക്ക് വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള പോർട്ട് ഇതിനകത്ത് അവര് നൽകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ Type-C to 3.5mm ഹെഡ്ഫോൺ ജാക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക എന്താണ്. ഇനി അല്ലെങ്കിൽ അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇയർബഡ്സിലോട്ടൊക്കെ പോവുക എന്താണ്. അന്നേരം നമുക്ക് ബ്ലൂടൂത്ത് വഴി വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതാണ് നമുക്ക് ഇനിയുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കളർ വേരിയന്റ് ആണ്. അതായത് നമുക്ക് ഷവോമി പാഡ് 5 ഒരു ബ്ലാക്ക് കളറിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഷവോമി പാഡ് 5 Pro അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഷവോമി പാഡ് 5 Pro ആണെങ്കിൽ നമ്മൾക്ക് ബ്ലാക്കും വൈറ്റും വേരിയന്റിൽ ലഭിക്കുന്നതാണ്. അതുപോലത്തെ ഒരു 2 കളർ വേരിയന്റോ 3 കളർ വേരിയന്റോ എങ്കിലും ഷവോമി നൽകേണ്ടതായിരുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ഒരു കവറിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴാണ്. നമ്മൾ കവറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കുകയാണ് വേണ്ടത്. അപ്പം ഷവോമി നൽകുന്ന ഈ ഒരു കവറും നമുക്ക് ബ്ലാക്ക് കളറിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഈവൻ നമ്മുടെ ഡിവൈസിന്റെ കളർ ബ്ലാക്ക് ആണ്, എന്നാൽ അവർക്ക് കളറിന്റെ അതായത് കവറിന്റെ കളറെങ്കിലും അവർക്ക് ചേഞ്ച് ചെയ്യാമായിരുന്നു. അത് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, ഒരു ഓറഞ്ചും റെഡും അല്ലെങ്കിൽ അതുപോലത്തെ ഡിഫറെന്റ് കളേഴ്സ് അവർക്ക് ഈ ഒരു കവറിനകത്തും ഇടാമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട്, അതായത് മെയിൻ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ LTE വെർഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ടേലും പോവുകയൊക്കെ ആണെങ്കിൽ, അതായത് എങ്ങോട്ടേലും യാത്ര ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്സ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.